യേശുവയുടെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തലൻ പൗലോസ് റോമാ സഭയ്ക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ പ്രാരംഭമായി നമുക്കൊന്ന് വായിക്കാം. റോമൻസ് 8-15-16 വാക്യങ്ങൾ. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസത്വത്തിന്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ നാം പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു. നമ്മളാരാ? ദൈവത്തിന്റെ മക്കളാണ്. എങ്ങാണ്ട് നിന്ന് എവിടാണ്ട് നിന്ന് എന്തോ വിളിച്ചു പറഞ്ഞതല്ല, ഒരു ബോധ്യമകത്തുണ്ടാണ്. തന്റെ കയ്യാൽ ദൈവം മാനവരാശിയെ ഉണ്ടാക്കി. ദൈവത്തിന്റെ കയ്യാൽ മെനയപ്പെട്ട ഞാൻ, ഹല്ലേലൂയ, ദൈവത്തെ മനസ്സിലാക്കി ദൈവ പദ്ധതി പ്രകാരം ചുവടുവെച്ച ഞാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തൻ്റെ ഇടത്തോട് പറയാനിട വരണം, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. ദൈവത്തിന്റെ പൈതലാണ് എങ്കിൽ ഇനിയും ഭയം അകത്ത് കത്തരുത്. കാരണം ഇനി നിന്റെ മേലുള്ള ദാസത്വത്തിന്റെ ആത്മാവല്ല, ധൈര്യത്തിന്റെ ആത്മാവ്, സുബോധത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്. ഹല്ലേലൂയ. ധൈര്യം ചോർന്നു പോകുന്ന ഒരുപാട് മേഖലകളൊക്കെ ഉണ്ടാവും, അല്ലേ? ഉണ്ടാകാറില്ലേ? ഓക്കെ, അതിന്റെ 37-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. റോമൻസ് 8-ന്റെ 37-ാം വാക്യം വായിച്ചാണ്. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം. എവിടൊക്കെ ഈ ശക്തി, ഈ ബലം ചോർന്നു പോകുന്നെന്ന് തോന്നുന്ന മണ്ഡലങ്ങളുണ്ടോ അവിടെ ഒക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. കുറച്ച് ജയമല്ല കേട്ടോ, പൂർണ്ണ ജയം. ആ ജയം പ്രാപിച്ചവര് മാത്രം ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. 1 യോഹന്നാൻ 5-ാം അധ്യായം 4-ാം വാക്യം. 1 യോഹന്നാൻ 5-ാം അധ്യായം 4-ാം വാക്യം വായിച്ചാൽ, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ കേട്ടോ. ഹല്ലേലൂയ. ലോകക്കാരന്റെ വാക്ക് കേട്ട നീ പേടിക്കണ്ട. നീ മനസ്സാ വാച അറിയാത്ത കാര്യങ്ങളൊക്കെ നിന്നെപ്പറ്റി പറഞ്ഞു വരത്തി നിനക്ക് വിരോധമായി സംഘടിതമായി വ്യക്തികളെ ഒന്നിപ്പിച്ച് നിർത്തി നിനക്കെതിരെ കളികൾ നടത്തുകയാണ്. അയ്യോ, അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട. ആര് നിനക്ക് അനുകൂലമല്ലെങ്കിലും എന്റെ ദൈവം നിനക്ക് അനുകൂലമാണ്. നിന്റെ ഹൃദയത്തിന്റെ പരമാർത്ഥത അറിയുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ബോധ്യത്തോടെ ഹല്ലേലൂയ നീ മുന്നോട്ട് ചലിച്ചാൽ, ഹല്ലേലൂയ, വചനം പറയുന്നു, നീ ജയാളിയെ മാറുക തന്നെ ചെയ്യും. ലോകത്തെ ജയിക്കുന്ന ജയം നിന്റെ മേൽ വെളിപ്പെടും. ആ ജയത്തിന്റെ പിന്നിലെ ബേസ് അല്ലെ അതിന്റെ റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ്. ആമീൻ പറഞ്ഞാൽ ഹല്ലേലൂയ. 2 തിമോഥെയോസ് 1:7. 2 തിമോഥെയോസ് നമ്മൾ ഈ ദിവസങ്ങളൊക്കെ തന്നെ ആ വിഷയങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനത് വേഗം വായിച്ച് കൂടുതൽ വിശദീകരണത്തിലേക്ക് കടക്കാതിരിക്കുന്നത്. 2 തിമോഥെയോസ് 1:7. ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും ശക്തിയുടെ സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ആരെങ്കിലും പേടിച്ചിരിക്കുന്നവരുടെ ഇന്ന് മാറ്റിക്കൊണ്ട് ആ സാധനത്തെ ശാസിച്ചോണം. എന്തെങ്കിലും കണ്ട് പേടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച പഠിച്ചൊരു വിഷയമുണ്ട്, ഈ കോട്ടയം മീറ്റിംഗ് പഠിച്ചൊരു വിഷയമുണ്ട്, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും നിന്റെ മേൽ ഭരിക്കത്തില്ലെന്നേ. കാരണം എന്താ? അബ്ബാ പിതാവെന്ന് വിളിപ്പാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ എന്റെ ദൈവം നിന്നിൽ പകർന്നിരിക്കുക. ഞാൻ ഈ ദാസനല്ല, മകനാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എബ്രായർ 13:6 എന്ന് വായിച്ചാൽ, എബ്രായർ 13:6. എബ്രായർ 13:6. ആകയാൽ കർത്താവ് എനിക്ക് തോണ, ഞാൻ പേടിക്കുകയില്ല. കേട്ടോ? യോ, ഇവരില്ല ഞാൻ വിശ്വസിച്ച, ഞാൻ സ്നേഹിച്ച പലരും അല്ലേ? ഹല്ലേലൂയ. ഞാൻ സ്നേഹിച്ച പലരും എൻ്റെ കൂടില്ല. ഞാൻ വിശ്വസിച്ച പലരും എൻ്റെ കൂടില്ല. അല്ലെ, ഞാൻ ഉൾക്കൊണ്ട് ഞാൻ നല്ലത് ചിന്തിച്ച പലരും തീയതായി പ്രവർത്തിക്കുന്നു. അതാ നിനക്ക് വന്ന പ്രശ്നം. നീ വിശ്വസിക്കേണ്ടവരെ വിശ്വസിച്ചില്ല, അറിയേണ്ടവനെ അറിഞ്ഞ, നീ ലോകത്തിലോട്ട് ശ്രദ്ധ പോയി.
ലോകക്കാരല്ല നിനക്ക് താങ്ങും തണലുമായി നിൽക്കേണ്ടത്. ലോകപ്രകാരം നിൽക്കുന്നവർ എത്ര പേര് നിനക്കെതിരെ ഹല്ലേലൂയ എത്ര സംഘടിതമായി ഹല്ലേലൂയ എന്തൊക്കെ പദ്ധതികൾ ഇട്ടാലും അത് നിന്റെ മേൽ ഫലിക്കത്തില്ല. എന്റെ കർത്താവ് എനിക്ക് തുണയായി നിൽക്കുന്നു. നിങ്ങൾ വായിച്ചാട്ടെ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്റെ കാരണം എന്താ? മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് ധൈര്യത്തോട് പറയാം. കേട്ടോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ അപ്പ അറിയാം അതിന്റെ ഒരു രോമം പോലും പൊഴിഞ്ഞ് താഴെ മനസ്സിലാക്കി മാത്രം ഒന്ന് കർത്താവിനെ ശ്രമിച്ചാണ്. 1 കൊരിന്ത്യൻസ് 15:57. 1 കൊരിന്ത്യൻസ് 15-ാം അധ്യായം 57-ാം വാക്യം. 1 കൊരിന്ത്യൻസ് 15:57 വായിച്ചാട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. എന്താ ഈ ആരിലൂടെ ജയമുണ്ടാകുന്നത്? യേശു കർത്താവിലൂടെ. യേശു കർത്താവിനെ എന്റെ അപ്പ എന്ന് വിളിക്കാനുള്ള ഭാഗ്യം നിങ്ങളകത്ത് ലഭിച്ചിട്ടുണ്ടോ? പിതാവായ ദൈവം നിങ്ങളുടെ മേൽ എന്ത് ചെയ്യും? അമിത ശക്തി പകരും. രാമ്യം പറഞ്ഞോട്ടെ. ഹല്ലേലൂയ. സകല അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ശക്തി എവിടെ ഇരിക്കുന്നു? എന്റെ അകത്തിരിക്കുന്നു. അയ്യോ, എന്റെ കൂടെ ആരുമില്ല, ആരും വേണ്ടാടാ. ഹല്ലേലൂയ. ഭയങ്കര സംവിധാനങ്ങൾ നിനക്ക് വിരോധം എത്രയൊക്കെ എഴുന്നേറ്റാലും ആരൊക്കെ നിനക്ക് വിരോധമായി ഉയർന്നു വന്നാലും ജയം നിന്റെ കൂടെ ഉണ്ട്. കാരണം ജയിച്ചവൻ നിന്റെ കൂടെ ഉണ്ട്. മരണത്തെ ജയിച്ചവൻ, പാതാള ഗോപുരങ്ങളെ തകർത്തവൻ നിന്റെ കൂടെയുണ്ട്. ഫിലിപ്പിയൻസ് 4:13. ഫിലിപ്പിയൻസ് 4-ാം അധ്യായം 13-ാം വാക്യം. ഫിലിപ്പിയൻസ് 4:13 വായിച്ചാണ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എന്ന് പറഞ്ഞേ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ചേർന്നൊന്ന് പറഞ്ഞേ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായ എന്ന് പറഞ്ഞാൽ നടക്കത്തില്ലെന്ന് ചിന്തിക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ മറുപടി ഉണ്ടാവും. ഈ പറഞ്ഞു അതിന്റെ ഹല്ലേലൂയ. അത് നടത്താനുള്ള ശക്തിയും ബലമൊന്നും എനിക്കില്ല. നിനക്ക് ബലമില്ലായിരിക്കും, പക്ഷെ നിന്നെ ശക്തീകരിക്കുന്ന ഒരുവനുണ്ട്, നിന്നെ ബലപ്പെടുത്തുന്ന ഒരുവനുണ്ട്. സകല അസാധ്യങ്ങളെയും സാധ്യമാക്കി തരുന്ന ഒരുവൻ നിന്റെ കൂടെയുണ്ട്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. അരുമനാഥ, പ്രിയ പിതാവേ, കർത്താവേ, അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന അങ്ങയുടെ കൃപ ഈ ജനത്തിന്റെ മേൽ വ്യാപരിക്കപ്പെടുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു. വലിയ സാക്ഷ്യങ്ങളാൽ ഇവരെ ഉറപ്പിക്കുന്നതിനെ ഓർത്ത് രോഗികളുടെ രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറണം. പിശാചി കെട്ടുന്ന കെട്ടുകൾ പൊട്ടിമാറണം. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും നിന്റെ മേൽ ഫലിക്കയില്ല എന്ന് ഉറപ്പോടെ ധൈര്യത്തോടെ പറയുവാൻ ദൈവത്തിന്റെ കൃപയുടെ വ്യാപാരം വെളിപ്പെടുന്നതിനെ ഓർത്ത് എന്റെ കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ലാസ്റ്റ് മിനിസ്ട്രി ദ ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയാണ്, നിങ്ങൾക്ക് ജയമുണ്ട്. നിങ്ങളുടെ മേൽ ജയത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. ആമേൻ, ആമേൻ.